ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു ചക്ക എലിശ്ശേരി തയ്യാറാക്കാം. നല്ല വിളഞ്ഞ ചക്കയാണ് എലിശ്ശേരിക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അധികം മധുരം ആവാൻ പാടില്ല. അപ്പം നമുക്കത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ചക്ക എലിശ്ശേരി വളരെ ടേസ്റ്റാണ് ചോറിൽ പുരട്ടി കഴിക്കാൻ. കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിനി അടച്ച് വേവിക്കാം. നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. അപ്പം നമുക്ക് നല്ലപോലെ അടച്ച് സിമ്മി വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് കുറച്ച് തേങ്ങ, നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും മുളക് പൊടിയാണ്. അത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കണം. പിന്നെ കുറച്ച് തേങ്ങ നമുക്ക് വറുത്ത് ചേർക്കണം. അതും വളരെ ടേസ്റ്റാണ്. അധികം മൂത്ത് പോകാതെ നല്ല ചുവന്ന നിറത്തിൽ വറുത്തെടുക്കണം. ഇത് നമുക്ക് ആദ്യം അരച്ചെടുക്കാം. നല്ലപോലെ നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരച്ച അരപ്പും ചേർക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി തേങ്ങ വറുത്ത് ചേർക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അധികം കരിഞ്ഞു പോകാതെ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് സിമ്മിൽ വെച്ച് വറുത്തെടുക്കാം. അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ അധികം നമുക്ക് തീയലിനൊക്കെ മൂക്കുന്ന പോലെ മൂക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നല്ലപോലെ ഒന്ന് ചുവന്ന് വന്നാൽ മതിയാവും. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അധികം മൂത്ത് പോയ ടേസ്റ്റ് പോവും. അങ്ങനെ നമുക്ക് നമ്മുടെ തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പും ചേർക്കാം. നമുക്ക് അരപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് എരിശ്ശേരി ഇരിക്കേണ്ടത്. അധികം കട്ടിയാവാൻ പാടില്ല. ചക്ക കൂടുതൽ കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ അത് പുഴുക്കാമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് കുറച്ച് ലൂസായിട്ട് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ല ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങ വറുത്തതും ചേർക്കാം. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് ചക്ക എരിശ്ശേരി. ഇത് കൂട്ടി ചോറിനാണൊക്കെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കടുവും താളിക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ചക്കയ്ക്ക് അധികം വേവൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇങ്ങനെ നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.